അയോധ്യയിൽ ക്രമേണ ജനങ്ങളുടെ മനസ്സിൽ നരേന്ദ്രമോദിയും യോഗിയും പ്രതികളാകുകയാണ്. ഞങ്ങൾ ജീവന് തുല്യം ആരാധിക്കുന്ന അയോധ്യയിലെ ശ്രീരാമ ഭഗവാന്റെ പണം വരെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ആ തട്ടിപ്പ് നടത്തിയവർ പ്രമുഖരുമാണ്. അതുകൊണ്ട് അത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് തീരുമാനിക്കട്ടെ എന്നാണ് യു.പിയിലെ ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഈ പറഞ്ഞ രണ്ട് നേതാക്കളും നിഷ്കളങ്കർ എന്നല്ല. അവരുടെ ഏറ്റവും അടുത്ത അനുയായികൾ മോഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് ബി.ജെ.പി. നേതൃത്വത്തിന് ഇതിൽ മൗനം എന്ന് വിശ്വസിക്കുന്നവരാണ് കോടിക്കണക്കിന് വരുന്ന യു.പിയിലെ ബി.ജെ.പി. പ്രവർത്തകർ. അതുകൊണ്ട് പാർട്ടിക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ മനസ്സിൽ ഇതിൻ്റെ പ്രതികളായി മോദിയും യോഗിയും മാറുകയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ പവിത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാമക്ഷേത്ര അതിൻ്റെ ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭാവന തട്ടിപ്പ് വിവാദത്തിൽ അയോധ്യയിലെ ബി.ജെ.പി. നേതൃത്വം തുടരുന്ന മൗനം തങ്ങൾ കള്ളന്മാരെന്ന് വിളിച്ചു പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ വിശ്വസിക്കുന്നത്. സംഭാവന തട്ടിപ്പ് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുമ്പോൾ ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും തമ്മിലുള്ള അകലം കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. മറുപടി പറയാൻ കഴിയാതെ ബി.ജെ.പി. നേതൃത്വം വളരെ കഷ്ടപ്പെടുകയാണ്. ബി.ജെ.പി. നേതൃത്വം ഇതിൽ ന്യായീകരിച്ച് തളരുകയാണ്. യഥാർത്ഥത്തിൽ ഇത് രാമക്ഷേത്രവും ട്രസ്റ്റും തമ്മിലുള്ളൊരു വിഷയമാണെന്നും ഈ ട്രസ്റ്റിലാകട്ടെ ബി.ജെ.പി. പ്രതിനിധികൾ ആരും തന്നെ ഇല്ല എന്നുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവാദത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരേ ഒരു പ്രതികരണമായി ഇത് മാറുന്നു. അതായത് മോദിയുടെയും യോഗിയുടെയും വിശ്വസ്തനായ ചമ്പത് റായും മിശ്രയും ഉൾപ്പെടെയുള്ളവരാണ് ഈ വലിയ മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടും അവരെ തള്ളിപ്പറയാതെ ബി.ജെ.പി. പ്രതിനിധികൾ ആരുമില്ലല്ലോ എന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത് എല്ലാവർക്കും പിടികിട്ടിയതോടെയാണ് മോദിയും യോഗിയും ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. സംഘപരിവാറുകാർ നേതൃത്വം നൽകുന്ന ഒരു ട്രസ്റ്റിൽ ബി.ജെ.പിക്കാർ ഇല്ല എന്നും പറഞ്ഞ് ആശ്വസിക്കുന്ന നേതൃത്വത്തെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചിരി വരുന്നത്. ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. എങ്കിലും തട്ടിപ്പ് പ്രവർത്തകരെ വല്ലാതെ അലട്ടിക്കഴിഞ്ഞു. രാമക്ഷേത്ര പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇപ്പോഴത്തെ ട്രസ്റ്റിൻ്റെ പരിപാടിയുമായി സഹകരിക്കുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ തട്ടിപ്പ് തന്നെയാണ് അതിന് കാരണം. എന്നാൽ വീടുകൾ തോറും കയറിയിറങ്ങി രാമക്ഷേത്രത്തിനായി ഓരോ രൂപയും സംഭാവന പിരിച്ച യുവപ്രവർത്തകരുടെ വികാരം വളരെ ശക്തമായി തന്നെ പ്രതിഫലിക്കുകയാണ്. അവർ പറയുന്നത് ഈ ഗ്രാമങ്ങളിൽ ലഹരിക്കടിമപ്പെട്ടവരോട് പോലും രാമക്ഷേത്രത്തിനുള്ള പണമാണെന്ന് പറഞ്ഞാൽ അവർ അതിനെ തൊടാൻ ധൈര്യപ്പെടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ രാമൻ്റെ പണം മോഷ്ടിച്ചത് എന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. അയോധ്യയിലെ എം.പി. തന്നെ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടേതായി മാറിയിരിക്കുന്നു. തിരിച്ചടി ഇനിയും സംഭവിക്കാമെന്ന് ബി.ജെ.പി. തന്നെ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പൊതുസ്ഥലങ്ങളിൽ ബി.ജെ.പി. പ്രവർത്തകരാരും തന്നെ പ്രതികരിക്കാൻ മടിക്കുകയാണ്. പകരം യോഗിജിയും മോദിജിയും എല്ലാം നോക്കിക്കോളും എന്നും പറഞ്ഞ് അവർ മാറി നിൽക്കുന്നു. അതായത് സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം എല്ലാം കൈവിട്ടു എന്നുറപ്പിക്കുകയും മോദിയും യോഗിയുമാണ് എല്ലാത്തിനും ഇനി ഉത്തരവാദി എന്ന് ഉറപ്പിക്കുകയും ചെയ്തതോടെ അവർ തന്നെയാണ് എല്ലാത്തിനും ഉത്തരവാദികളെന്ന് ബി.ജെ.പി. പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതി റിപ്പോർട്ട് തേടിയ ഒരു കേസിൽ ഇനിയും മൗനം പാലിക്കുന്ന ബി.ജെ.പിക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് ചോദിക്കാൻ പോകാൻ അധികാരമില്ല എന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ബി.ജെ.പി. പ്രവർത്തകരുടെ ഇപ്പോഴത്തെ മനോവികാരം.